ഇല്ല. എല്ലാവർക്കും എല്ലാവരെയും കേൾപ്പിക്കാനാണ് ഇഷ്ടം. സ്വയം കേൾക്കാനാണ് സകലർക്കും മടി. കേൾപ്പിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ലോകമാണ്. ഒരു പള്ളിയിൽ ചിലപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോഴും ചിലരുടെ ഇരിപ്പ് കണ്ടാൽ തോന്നും, ഞാൻ ഈ നാട്ടുകാരനെയല്ല, ഈ നാട്ടുകാരിയല്ല, ഇതെന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. ചിലരെങ്കിലും ഓർക്കും, ഇത് കേൾക്കേണ്ട ചില അവന്മാരൊന്നും വന്നില്ലല്ലോ, ചില കേൾക്കേണ്ട അവളുമാർ എത്തിയില്ലല്ലോ. എല്ലാവരും കേൾപ്പിക്കാനിഷ്ടം. ഒരച്ഛനും പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിക്കുക. പള്ളിയിൽ പ്രസംഗിച്ചു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം ആൾക്കാരുടെ ശ്രദ്ധ മാറി. കരയുന്ന കൊച്ച്, കറങ്ങുന്ന ഫാന, നിരങ്ങുന്ന കസേര, തെത്തിക്കുന്ന തിരി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ ശ്രദ്ധ കിട്ടാൻ വേണ്ടി പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടുത്ത വെള്ളിയാഴ്ച പാതിരാത്രി 12 മണിക്ക് മുമ്പ് ഈ ഇടവക്കാരായ നിങ്ങളെല്ലാവരും മരിക്കും. ഇത് സത്യം. ഇത് കേട്ടവിടെ എല്ലാവരുടെയും മുഖം അങ്ങ് വാടിപ്പോയി. എല്ലാവരും തലകുനിച്ചിരുന്നു. ഇത്രയും കട്ടിപ്പിടിച്ച വാക്ക് മധുവകയെ വെച്ച് അച്ഛൻ പറഞ്ഞല്ലോ. പക്ഷേ ഏറ്റവും മുമ്പിൽ പ്രായമായ കുറേ അച്ചായന്മാരും അമ്മച്ചിമാരും ഇരുന്നു. അവർ നൂറിച്ചിരിച്ചു. അച്ഛൻ പറഞ്ഞാലും പറഞ്ഞില്ലേലും അധികം താമസിക്കാതെ പോകാനുള്ള കക്ഷികളാണല്ലോ ഞങ്ങൾ. ഏറ്റവും പുറകെ ചാരിമിച്ചിട്ട് ചെറുപ്പക്കാരൻ അച്ഛനിത് പറഞ്ഞപ്പോൾ, അടുത്ത വെള്ളിയാഴ്ച പാതിരാത്രി 12 മണിക്ക് മുമ്പ് ഇടവക്കാരായ നിങ്ങളെല്ലാവരും മരിക്കും. എല്ലാവരും ഒന്നുകൂടെ കുനിഞ്ഞിരുന്നു. അവൻ മാത്രം ഞെളിഞ്ഞിരുന്നു. കുർബാന കഴിഞ്ഞു. തിരുവസ്ത്രങ്ങൾ ഊരിയിട്ട് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി. ആൾക്കാർ തലയും കുനിച്ചു പോവുക. ഇത്രയും കട്ടിപ്പിടിച്ച വാക്ക് അച്ഛൻ പറഞ്ഞല്ലോ എന്നോർത്ത്. അച്ഛൻ ഇവനെ കണ്ടു. ഇവൻ അച്ഛനെ കണ്ടപാടെ മുണ്ട് അതിഥി ലംഘിച്ചു പോക്ക് കുത്തി പട്ടസ് ഒന്നുകൂടെ വെളുത്തി ഞെളിഞ്ഞെളിഞ്ഞൊരു പോക്ക്. അച്ഛൻ തോളത്തിട്ട് ചോദിച്ചു, സഹോദരൻ ഞാൻ പറഞ്ഞില്ലേ അടുത്ത വെള്ളിയാഴ്ച പാതിരാത്രി 12 മണിക്കുമ്പോൾ ഇടവക്കാരായ നിങ്ങളെല്ലാം മരിക്കും. നീ എന്നാ ഞെളിഞ്ഞു നടക്കുന്നത്? അവൻ അച്ഛാ, ഞാൻ ഈ ഇടവക്കാരനല്ല, അടുത്ത പള്ളിയിൽ നിന്ന് കുർബാന കാണാൻ വന്നയാളാണ്. ഇതെന്നെ ബാധിക്കുന്ന പ്രശ്നമേയില്ല. ഞാൻ ഈ പള്ളിക്കാരനല്ല, അടുത്ത പള്ളിയിൽ നിന്ന് വന്നയാളാണ്. ഇതെന്നെ ബാധിക്കുന്ന പ്രശ്നമേയില്ല. പലപ്പോഴും നമ്മളിങ്ങനെയാണ്. ഇതെന്നെ ബാധിക്കുന്ന കാര്യമില്ല. വേറെ ആർക്കും ഉള്ളതാ, എനിക്കുള്ളതല്ല. ഇവിടെയാണ് ഉത്തമനായ ഭർത്താവാര്. അവൻ്റെ 5 യോഗ്യതകൾ എഫെസൂസ് ലേഖനം 5-ാം അധ്യായത്തിൽ 22 മുതൽ വാക്യങ്ങളിൽ പരിശുദ്ധനായ പൗലോസ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. 1, ഉത്തമനായ ഭർത്താവ് അവൻ ഭാര്യയെ വളർത്തുന്നവൻ ആയിരിക്കണം. ഉത്തമനായ ഭർത്താവ് ഭാര്യയെ വളർത്തുന്നവൻ ആയിരിക്കണം. ശിരസായ മിശിഹ ഉടലായ സഭയെ വളർത്തി. വെറും 12 മുക്കുവരിൽ നിന്നും കോടാനുകോടിയായി അവൻ വളർത്തി. ഇതുപോലെ ഒരു ഭാര്യയെ ഭർത്താവ് വളർത്തണം. പഠിത്തം കഴിഞ്ഞ് വരുന്ന ഒരു ഭാര്യയാണെങ്കിൽ തുടർന്ന് പഠിക്കാനുള്ള സാധ്യത അവൾക്ക് കൊടുക്കണം. ജോലി കഴിവുണ്ടോ അടുക്കളപ്പണിയാക്കി ഒതുക്കരുത്. ജോലിക്ക് അവളെ വിടണം. ഒരു സ്ത്രീയുടെ മാനസിക സംതൃപ്തിക്ക് അനുയോജ്യമായ പഠനമാണേലും ജോലിയാണേലും അനുവദിച്ചു കൊടുക്കണം. അവൻ്റെ തുണിയലക്കാനും പാത്രം പിഴിയാനും വേണ്ടി വന്നവളല്ല അവൾ. അവക്കൊണ്ട് ആണിനെ പോലെ അവകാശങ്ങളും ആഗ്രഹങ്ങളും അധികാരങ്ങളും അതനുവദിച്ചു കൊടുക്കണം. അല്ലാത്തവൻ ഉത്തമനായ ഭർത്താവല്ല. പാലാ അൽഫോൻസ കോളേജിലെ പ്രശസ്തയായ പ്രൊഫസർ റോസ്ലിൻ ചെറിയാൻ, ആ ടീച്ചർ പറയുമായിരുന്നു, പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം ചെറിയാച്ചൻ എന്നെ കെട്ടിയതാ. പക്ഷെ പിന്നീട് എന്നെ ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി, MA എടുപ്പിച്ച് അൽഫോൻസ കോളേജിൽ പ്രൊഫസറാക്കി മാറ്റി. ധ്യാനമന്ദിരങ്ങളിൽ പ്രസംഗിക്കാൻ വിട്ടു. സാമൂഹിക സംവിധാനങ്ങളിൽ പ്രഭാഷണം പങ്കുവെക്കാൻ പരിശീലനം കൊടുത്തു. ഒരു ഭാര്യ എത്രമാത്രം വളരുന്നോ ഭർത്താവ് അത്രയും സന്തോഷിക്കണം. കാരണം ഭാര്യ വളരുമ്പോൾ ഭർത്താവാണ് വളരുക. ഇനിമേൽ നിങ്ങൾ 2 അല്ല 1. നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ പേര് ഏലിയാമ്മ സ്റ്റീഫൻ. ഞാൻ കെട്ടിയവൻ സ്റ്റീഫനോട് ചോദിച്ചു, 3-ാം വാർഡിലെ മെമ്പർ ഏലിയാമ്മ സ്റ്റീഫൻ്റെ കെട്ടിയവൻ സ്റ്റീഫനല്ലേ? അല്ല, എൻ്റെ ഭാര്യയാണ് ഏലിയാമ്മ. സഹിച്ചില്ല, ഏലിയാമ്മയുടെ കെട്ടിയവനാണ്. ഇതുകൂടെ ഓക്കന്മാരെ കാണാം. ഒരു ഭാര്യയ്ക്ക് പദവി ഇട്ട് കഴിയുമ്പം പൊട്ടന്മാരെ പോലെ വളഞ്ഞു പോകുന്നവരെ കാണാം. ഇവിടെയാണ് പറയുക, ഉത്തമയായ ഭർത്താവാണോ ഭാര്യയുടെ വളർച്ചയിൽ സന്തോഷിക്കണം, അഭിമാനിക്കണം.